ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മെമ്മറി കാർഡ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ് ഇതൊക്കെ ഒരുപാട് കാലം ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു മെമ്മറി കാർഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പെൻ ഡ്രൈവ് ഒക്കെ നമ്മൾ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അതിലെ ഫയലുകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു ചെറിയ ഷോർട്ട് കട്ട് പോലെ രീതിയിലേക്ക് മാത്രം കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ അതിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ഫയലുകളൊന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ അതിൽ നിങ്ങളുടെ മെമ്മറി യൂസ് ചെയ്തായിരിക്കും കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെമ്മറി കാർഡ്, ഒരു പെൻ ഡ്രൈവിനെ ഇപ്പോൾ കണക്ട് ചെയ്തത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിസ്ക് ജി എന്ന പേരിലുള്ള ഒരു പെൻ ഡ്രൈവ്. ഇതിൽ 11.1 GB ആണ് ഫ്രീ ആയിട്ടുള്ളത്. ഏകദേശം ഞാൻ ഒരു 3 GB-യോളം 3.5 GB-യോളം ഉപയോഗിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മളത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. വെറും 2 KB ഫയൽസ് എന്നൊക്കെ പറഞ്ഞ ഒരു ഷോർട്ട് കട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഇതിൽ നമുക്ക് വിലപ്പെട്ട ഒരുപാട് ഫയലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചെടുക്കാൻ സാധിക്കും. ഫോർമാറ്റുകളൊന്നും ചെയ്യാൻ നമുക്കത് എങ്ങനെ തിരികെ പഴയ സ്ഥിതിയിലേക്ക് ആക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം കമ്പ്യൂട്ടറിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുക. CMD അഥവാ കമാൻഡ് പ്രോംപ്റ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്തതിനു ശേഷം ഇതുപോലെ വരുന്ന വിൻഡോയിൽ നിന്നും ഞാൻ ഇതിൽ കൂടെ ചേർക്കുന്ന ഒരു കോഡ് ഇതേ രീതിയിൽ നിങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയോ മറ്റോ നിങ്ങൾ അതിട്ട് ടൈപ്പ് ചെയ്യുകയോ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഇതിവിടെ ടൈപ്പ് ചെയ്തു. ഇപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് ഇവിടെ വന്നായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളത് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ATTRIB HRSSDG അവസാനമായിട്ട് കാണുന്ന G എന്നുള്ളത് നിങ്ങളുടെ ഫോൾഡറിന് വരുന്ന അല്ലെങ്കിൽ ഡിസ്ക് വരുന്ന പേരാണ്. G ആണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇനി വേറെ F ആണ് അല്ലെങ്കിൽ F കൊടുക്കുക, G മാറ്റി F കൊടുക്കുക, ഇനി മറ്റേ അത് കൊടുക്കുക. ശേഷം എന്റർ കീ പ്രസ് ചെയ്യുക. ഇനി നമുക്കത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഒന്നുകൂടി കമ്പ്യൂട്ടർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് റിമോട്ട് ഡിസ്ക് G ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം. മുകളിലായിട്ട് ഒരു ഫയൽ ഓപ്പൺ ആയി വന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഫോൾഡറിൽ, ആ ഫോൾഡർ തന്നെ ഇതിനകത്തുള്ള ഫയലുകളൊക്കെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഷോർട്ട് കട്ട് ഇവിടെ ഉണ്ടെങ്കിൽ പോലും മുകളിലായിട്ടൊരു ചെറിയ ഫോൾഡർ കൂടി ഓപ്പൺ ആയി വന്നിട്ട് നിങ്ങളുടെ ഫയലുകളൊക്കെ അതിനകത്ത് സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് അതുപോലെ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അതുപോലെ ആയി പോകുന്ന പ്രോബ്ലംസ് ഉള്ള മെമ്മറി കാർഡുകളോ പെൻഡ്രൈവുകളോ ഒക്കെ നിങ്ങൾക്ക് തിരികെ എടുക്കുവാൻ ഈ രീതി നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുക.